ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐഷു ബേബിയുടെ എ ഡേ ഇൻ മൈ ലൈഫാണ്. ഐഷുവാണ് മമ്മയുടെ കുട്ടിപ്പെണ്ണാണ് എണീറ്റേക്കണത്. ആരാണ് ഐഷുവാണ് കുട്ടിപ്പെണ്ണാണ്. മമ്മയുടെ കുട്ടിപ്പെണ്ണ് എവിടെ പോയി? മമ്മ നോക്കിയോ ബേബീനോ? എങ്ങനെ നോക്കി? ഇങ്ങനെ നോക്കിയോ? ഇനി നോക്കൂ. നോറ ഡോട്ടച്ച് കളിക്കല്ലേ നിറ അടി അമ്പോള് നിറ അങ്ങനെ പറ. കുറച്ച് ഫ്രണ്ട്സ് നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐഷു ബേബിയുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അപ്പൊ എഴുന്നേറ്റ് കുറച്ചു നേരം കട്ടിമേ കിടന്ന് കളി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് ചെല്ലും. താഴെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം മിക്കവാറും കാണുന്നത് കുഞ്ഞമാമനായിരിക്കും. അപ്പൊ ആളുടെ അടുത്ത് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ഗുഡ് മോർണിംഗ് തരാൻ പറയും, ആള് കൊടുക്കൂല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗുഡ് മോർണിംഗ് ചോദിച്ചാൽ കൊടുക്കാറില്ല ആള്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങാടും ഇങ്ങാടും തട്ടിക്കളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാറ്. അപ്പൊ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പോട്ടി, അതാണ്. പക്ഷെ അത് ഇപ്പൊ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഒരുപാട് ഓഫറൊക്കെ കൊടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ടൊക്കെയാണ് ആൾ അതിൽ ഇരിക്കുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും രാവിലെ ആള് ഇരിക്കാറുണ്ട് പോട്ടിയിൽ, കുഴപ്പമില്ലാണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് പല്ല് തേക്കലാണ്. അപ്പോൾ പല്ല് തേക്കണതും ഇത്തിരി പ്രശ്നം തന്നെയാണ്. ആളങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒന്നും തേക്കൂല. അപ്പൊ വേണമെന്ന് പറയുമ്പോ കണ്ട ബലം പിടിക്കണം, അങ്ങനെയാണ് ആള് പറയാ. അപ്പൊ ഞാൻ ബലം പിടിച്ച് തേപ്പിക്കണമെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. പിന്നെ ഞാൻ രണ്ട് കൈ മടിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് കൈ വെച്ച് ഇങ്ങനെ പിടിച്ച് വേണം തേപ്പിക്കാൻ. പക്ഷെ ആൾക്ക് അത് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ആള് ബലം പിടിപ്പിക്കണം എന്ന് പറയുന്നത്. പല്ല് തേപ്പ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത്തിരി ചിയാ സീഡ് തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിന്റെ കുറച്ച് വെള്ളം, ഇത് എല്ലാ ദിവസവും ഒന്നും കുടിക്കൂല, നമ്മൾ എല്ലാ ദിവസവും എടുത്ത് വെക്കാറുണ്ട് നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി. ആളെല്ലാ ദിവസവും ഒന്നും കഴിക്കാറില്ല. ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഇടയ്ക്കൊരു ദിവസമൊക്കെ അങ്ങ് കഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പോണ്ടിലേക്കാണ്. പോണ്ടിൽ പോയിട്ട് മീനുകൾക്ക് എല്ലാം തീറ്റ കൊടുക്കും. അപ്പൊ ആള് വീണ്ടും വീണ്ടും കൊടുക്കണോ പറയും. തീറ്റ കൊടുത്താലും എന്തോരം കൊടുത്താലും ഇനിയും എന്നാണ് ആള് പറയാറ്. അങ്ങനെ മീനുകൾക്ക് സുഭിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ് കൊച്ചു കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പോട്ടക്വരത്തിൽ കൂടെയുള്ള കുഞ്ഞൻ മീനുകൾക്കും കൂടി ഫുഡ് കൊടുക്കും. അപ്പൊ അതാ ഈ പോട്ടക്വര ഉണ്ടല്ലോ, ഇതൊരു ചെടിച്ചട്ടിയുടെ പോട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അക്വറിയാണേ. അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, മേക്ക് ചെയ്യണത്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മേളിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പൊ അതും കൂടി ഒന്ന് കണ്ടുപോയിക്കോളൂ. അപ്പൊ കുഞ്ഞൻ മീനുകൾക്കുള്ള തീറ്റയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു മുട്ട പുഴുങ്ങിയത്, അത് കഴിപ്പിക്കാനുള്ള തത്രപ്പാടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മുട്ടയായിട്ട് പുറത്തേക്ക് ഇറങ്ങും, ആളെ എടുത്ത് വെച്ച് നടക്കും. എന്നിട്ട് പറമ്പിൽ കൂടി നടന്ന് കണ്ട കാക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. ഒന്നെങ്കിൽ അണ്ണാനോ അല്ലെങ്കിൽ കാക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിളികളോ അല്ലെങ്കിൽ വല്ല ഉറുമ്പുകളോ ഒച്ചുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കാണിച്ച് വീടിന്റെ ചുറ്റും ഒരു റൗണ്ടൊക്കെ അടിച്ച് കുറെ എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ മുട്ട കൊടുത്ത് തീർക്കണത്. അപ്പൊ ഇന്നത്തെ പരിപാടിയിൽ ഇതാ മുട്ട തീർന്നിട്ടില്ല, ആള് മതിയെന്ന് പറഞ്ഞു, ഇത്രയും ബാക്കിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇതിന് ആൾക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ നമ്മൾ ഓസ് ഉണ്ട്, അതിലൊരു ഇച്ചിരി വെള്ളം ഇട്ട് കൊടുത്തിട്ട് ആളതിൽ ചവിട്ടി കളിക്കുകയാണ്. ആ മമ്മ ചവിട്ടി, എന്താ മമ്മ ഇങ്ങനെ ചവിട്ടാമോ? ആൾക്ക് ഇവിടെ ഒന്ന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ ഓസൊക്കെ എടുത്ത് ചെടിയൊക്കെ നനക്കും ചില സമയത്ത്. നമ്മൾ പൈപ്പ് തുറന്നു കൊടുത്താൽ മാത്രം മതി. പിന്നെ പുള്ളിക്കാരി വീടിനുള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് കളിപ്പാട്ടമൊക്കെ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് ആള് ഓടി വന്ന് എന്റെ മടിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് 2 കടലയും പെറുക്കി തിന്ന്. ഇതൊന്നും പതിവില്ലാത്തതാണ്, എന്തോ ഇന്നങ്ങനെ സംഭവിച്ചു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കലാണ്. അപ്പൊ ആ കുളിക്കാൻ പോയപ്പോഴത്തേനും പുള്ളിക്കാരുടെ നഖം വളർന്നു നിൽക്കണതൊന്ന് വെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചു. ഇതും വളരെയധികം ബുദ്ധിമുട്ടി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ആള് കുളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കൂല. പിന്നെ അവിടെ പോയി കളിക്കാം അല്ലെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറയുമ്പോഴാണ് പുള്ളിക്കാർ വരുന്നത്. ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ മഞ്ഞ വെളിച്ചെണ്ണ, മഞ്ഞളിട്ടുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കുട്ടിക്ക് തേക്കുന്നത്, സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ലിങ്കും
ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവരൊന്ന് കയറി കണ്ടോളൂ. പിന്നെ കുട്ടി മാത്രമല്ല ഇവിടെ ശരിക്കും കുളിക്കുന്നത്, നമ്മളും കൂടിയാണെന്ന് വേണേ പറയാം. ആള് വെളിച്ചെണ്ണ തേക്കുമ്പോഴും എല്ലാം നമ്മുടെ മേത്തും കൂടി തേച്ച്, സോപ്പും നമ്മുടെ മേത്തൊക്കെ തേച്ച് തരും. എന്നിട്ടൊക്കെയാണ് ആള് കുളിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ കളികളും ഒളിച്ചുകളിയും എല്ലാം ഉണ്ടാവും. തല കുളിപ്പിക്കാൻ നേരം മാത്രം ആള് മര്യാദക്ക് അടങ്ങിയിരുന്ന് തരും കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. ഇന്ന് ആൾക്ക് തന്നെ താഴേക്ക് ഇറങ്ങണമെന്ന്, അല്ലെങ്കിൽ സാധാരണ ഞാൻ എടുത്താണ് കൊണ്ടുപോകാറ്, പക്ഷെ ഇന്ന് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞ് അതിൽ പിടിച്ച് അങ്ങ് ഇറങ്ങുക. കേറാൻ വേണ്ടി ആൾക്ക് ആരുടെയും സഹായം വേണ്ട. അതെങ്ങനെയാണല്ലോ, ഇറങ്ങാൻ ഇച്ചിരി പാടാണല്ലോ. അപ്പൊ കേറലാണെങ്കിൽ ആള് ഓടി എങ്ങനെയെങ്കിലും പിടിച്ച് വലിഞ്ഞ് കയറി പൊക്കോളും. ഇപ്പൊ ഇറങ്ങാൻ ഒരാളും കൂടി ഒന്ന് സഹായിക്കണം. അല്ലെ തന്നെ ഇറങ്ങും പയ്യെ, പക്ഷെ ഇത്തിരി സ്പീഡിൽ ഇറങ്ങണമെങ്കിൽ ഒരാളും കൂടി വേണം. അങ്ങനെ നമ്മളിവിടെ എത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങളും കഥകളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇതിനെ ഇരുത്തുന്ന ആളിതിലേക്ക്. അപ്പൊ അടുത്ത നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു നീണ്ടൊരു പ്രോസസ്സാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അടയാണ്. ഗോതമ്പും ചക്കയും കൊണ്ടുണ്ടാക്കിയ അടയാണ്. ഇപ്പൊ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക കുറെ അവൈലബിൾ ആണല്ലോ. എന്താണ് ഐശ്വര്യ ബ്രേക്ക്ഫാസ്റ്റ്? അട. ഐശ്വര്യക്ക് വേണ്ടി മാത്രം കുഞ്ഞമാമ ഉണ്ടാക്കിയ അട. ആളുടെ ആ വരവും ഉത്സാഹവും ഒക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി ഇപ്പൊ തന്നെ അകത്ത് കയറ്റുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് വേറെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, നമുക്ക് പിന്നീട്, അതായത് കുട്ടി ഇപ്പൊ ചെറുതായത് കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും നേരം കുട്ടി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരുന്നത്. ഇതിപ്പോ സമയം വളരെ പെട്ടെന്ന് പോകുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയും അങ്ങനെ പോകുന്നുണ്ട് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഏജിന്റെ ആയിരിക്കാം എന്തോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യങ്ങളായിരിക്കും. അതായത് കുട്ടിക്ക് നമ്മളെ ഭക്ഷണം വാരി കൊടുക്കാൻ നമ്മൾ ആവശ്യമില്ലാതെ ആവും, കുളിപ്പിക്കാൻ നമ്മൾ വേണ്ടാതെ ആവും. അതുപോലെ തന്നെ ഇങ്ങനെ കൈ പിടിച്ച് നടത്താനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ ഒന്നിനും നമ്മൾ വേണ്ടാത്തൊരവസ്ഥയിലെത്തും. അപ്പോൾ കുട്ടി അതായത് തന്നെ ചെയ്യാറാവുന്ന ഒരു സമയം വരുമ്പോൾ നമ്മളിതെല്ലാം മിസ് ചെയ്യുമല്ലോ. അപ്പോൾ ഒന്ന് കണ്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടീനെ നോക്കിയതൊന്ന് കാണാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മിക്കവാറും ഇത് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. പക്ഷെ ഇത് നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രോസസ്സ് കണ്ടാൽ അറിയാം എത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ മൊബൈലും ടി വി ഒന്നും കാണിക്കാറില്ല ഭക്ഷണം കൊടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കുറേ കഥകൾ പറഞ്ഞ് കുറേ സാധനങ്ങൾ കൊടുത്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിപ്പിക്കുക. ലിറ്ററലി പറയുകയാണെങ്കിൽ മൊബൈൽ കൊടുക്കുന്ന പോലെ തന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാതെയൊക്കെ തന്നെ ആയിരിക്കാം കഴിക്കുന്നത്. പല സാധനങ്ങളും എടുത്തു വെച്ച് കളിച്ചും പല വേറെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇൻവോൾവ് ആക്കിയും കഥ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ കുട്ടി ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ നമുക്കത് അത്രക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. പക്ഷേ മൊബൈൽ കാണിക്കുന്നതിലും ബെറ്റർ ആണല്ലോ എന്നുള്ള ഓർത്ത് നമ്മളിത് കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളും ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ടെന്ന് ആവശ്യമില്ല. എല്ലാവരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്, എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കൊടുക്കാൻ ട്രൈ ചെയ്യുക, മൊബൈൽ കാണിക്കാതെ തന്നെ ഇരിക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സമയമുള്ളവർക്ക്, ഇപ്പോൾ സമയമില്ലാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത രീതിയിലേക്കൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മൾ മൊബൈൽ കൊടുക്കുക അല്ലെങ്കിൽ മറ്റു വഴികളൊക്കെ നോക്കുക എന്ന് പറയുന്നത്. ഇല്ലേ? എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അപ്പുറത്തെ റോട്ടിലേക്ക് പോയപ്പോ അവിടെ ഡിയാഗോ ബേബിനെ കണ്ടില്ലേ? എന്ത് മീനുണ്ട്? ആ ഗൈസ്, ഇത് അറിയാവുന്നവർ എന്താന്ന് പറഞ്ഞേ. കാച്ചി മീൻ. എന്തെന്ന്? ഡാമിലെ മീമിയാ? താടി വെച്ച മീമിയാ? ഡാഡിനെ പോലെ താടി വെച്ച മീമിയാ? അച്ഛന്റെ താടിയാ? ഡാഡയുടെ താടിയാ? കുഞ്ഞുമാമ നോക്കിയോ ബേബീനാ? എങ്ങനെ നോക്കി? ഇങ്ങനെ നോക്കിയോ? കണ്ണിങ്ങനെ കാണിച്ചാ?
അച്ചോ എങ്ങനെ നോക്കി കാണിച്ച് ഞാൻ നോക്കിയാന്നു സന്തോഷം. എന്താണ് എടുക്കണോ? എടുക്കാം ഗൈസ്. അപ്പൊ മിഷൻ സക്സസ് അല്ല. അതെ ഇത്രയും സാധനം ബാക്കിയാണ്. ഫുള്ള് വെച്ചിട്ടില്ല. എടുക്കാം. വാ 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 കള്ളിപ്പെണ്ണേ.